ഞാനിന്നേ ഭയങ്കര എക്സൈറ്റഡാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സമയം നട്ടുച്ചയായിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് സ്കിൻ കെയറും ബോഡി കെയറൊക്കെ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ പോവാം. ഒരു അൺപാക്കിങ്ങാണ്. ഇതിപ്പോൾ എന്നും കാണിക്കുന്ന പോലെ ആമസോണിനും ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഒന്നുമല്ല. തലേ ദിവസം KLFന് പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഫ്ലീ മാർക്കറ്റിൽ കയറിയ സമയത്ത് ഞാനൊരു സ്റ്റോർ കണ്ടു. ഹാപ്പിനെസ് സ്റ്റോർസ് എന്ന പേര്. അവിടെ ഹാൻഡ് മെയ്ഡ് ബുക്സാണ് ഉള്ളത്. ഹസ്ബൻഡാണ് എനിക്ക് ആ സ്റ്റോർ കാണിച്ചു തരുന്നത്. ആൾക്കറിയാം ഞാൻ ഈ ഹാൻഡ് മെയ്ഡ് ബുക്സിനോടും പെയിൻറ്റിങ്സിനോടും ഡ്രോയിങ്സിനോടൊക്കെ എത്രത്തോളം ഒബ്സസ്ഡ് ആണ് എന്നുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാനിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ള ആ ഒരു ബുക്ക്. എൻ്റെ കയ്യിൽ വേറെയും ജേണൽസൊക്കെ ഉണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതും ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലെ കോട്ടൺ കവറിങ് കൊടുത്തിട്ടുള്ള ഒരു ജേണൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്കിതിനോട് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത്. പൊതുവെ കോട്ടനോട് കുറച്ച് താല്പര്യം കൂടുതലുള്ള ആളാണ് ഞാൻ. അതായിരിക്കും ഈ ഒരു കോട്ടൺ കവറുള്ള ജേണൽ കണ്ടപ്പോൾ ഞാൻ അത്രയും ഹാപ്പി ആയതും എക്സൈറ്റഡ് ആയതൊക്കെ. എൻ്റെ കയ്യിലുള്ള ജേണൽസ് പോലും ഞാൻ ഇതുവരെ ഫില്ല് ചെയ്ത് തീർന്നിട്ടില്ല. സാധാരണ എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ മാസങ്ങളോളം അവിടെ വെറുതെ വെക്കുക എന്നല്ലാണ്ട് പെട്ടെന്നൊന്നും യൂസ് ആക്കലില്ല. കാണുമ്പോൾ ഉള്ളൊരു ഇഷ്ടത്തിൻ്റെ പുറത്ത് വാങ്ങി വെക്കെങ്കിലും അതിലൊക്കെ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് എനിക്ക്. ഈ ഒരു ബുക്കിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും വാങ്ങിയതാ പിറ്റേ ദിവസം തന്നെ ഞാനിപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. ഈ ഒരു പെട്ടിയിലാണ് എനിക്ക് ആവശ്യമുള്ളതും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതും ഇപ്പം അടുത്തായിട്ട് വാങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഓർഗനൈസ് ചെയ്ത് വെച്ച്. ഇതിപ്പോൾ തന്നെ ഫില്ലായി. കാരണം അതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ ബസ് ടിക്കറ്റ് പോലും വെറുതെ വിടാറില്ല. അതുവരെ ഞാൻ അതിൽ കൊള്ളിച്ചിട്ടുണ്ട്. ഈ ഒരു ഒരുക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയൂല. എന്ന് വെച്ചാൽ ഭാവനയിൽ നിന്ന് എടുത്തിട്ട് ഒരു ചിത്രം വരയ്ക്കാനോ ഒരാളുടെ ഫേസ് വരയ്ക്കാനൊന്നും എനിക്കറിയൂല. പിൻട്രസ്റ്റൊക്കെ നോക്കുമ്പം എന്തെങ്കിലും റെഫറൻസ് കണ്ട അതുപോലെ അത് നോക്കിയിട്ട് ചെറുതായിട്ട് വരയ്ക്കാൻ ശ്രമിക്കും. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്താലും അതിലെന്തോ ഒരു രസമുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ട് അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരു പരിപാടിയാണ് എനിക്കുള്ളത്. ഇപ്പം ഞാനൊരു സൺഫ്ലവർ വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതങ്ങനെ ആവുമെന്നൊന്നും എനിക്കറിയൂല. പക്ഷെ ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. മുന്നേയൊക്കെ പിൻട്രസ്റ്റിൽ ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഇതുപോലെ എന്തെങ്കിലും വരയ്ക്കാനുള്ളതോ ജേണൽ ചെയ്യാനുള്ളതോ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഞാൻ ഒരുപാട് സേവ് ചെയ്ത് വെക്കുന്നു. കോവിഡ് ടൈമിലൊക്കെ ഇതന്നെയായിരുന്നു പരിപാടി. അങ്ങനെ മുന്നേ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പിക്ചറാണ് ഇപ്പോൾ ഇവിടെ ഈ ചെയ്യുന്നത്. പെറ്റൽസൊക്കെ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ബാക്കി വരുന്ന പോർഷനൊക്കെ റെഡ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു പ്ലെയിൻ പോർഷനിൽ എന്തെങ്കിലും ഒരു കോട്ട് എഴുതണമെന്നോ അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് അതവിടെ ഒട്ടിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ അപ്പോക്കിന് മടി പിടിച്ചുകൊണ്ട് സ്റ്റോറി ഇടാൻ 4 ഫോട്ടോയും എടുത്ത് ഞാൻ ഈ പരിപാടി അങ്ങ് നിർത്തി. അപ്പോക്കിന് നേരെ മൈരിപ്പായതുകൊണ്ട് തന്നെ അലക്കിയിട്ട് ഡ്രസ്സെല്ലാം മടക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വിൻഡോസും ക്ലോസ് ചെയ്ത് വെച്ച്. ഇനി ചായ കൂടിയും കഴിഞ്ഞ് ബാങ്ക് കൊടുക്കുമ്പോക്കിന് നിസ്കാരവും കഴിച്ചിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാനുണ്ട്. അങ്ങനെ ഒരുങ്ങി കഴിഞ്ഞപ്പോക്കിന് ഹസ്ബൻഡും വന്നപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോവുകയാണ് ചെയ്തത്. ഓൾറെഡി ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ ആൾ കുറച്ച് ലേറ്റാവും. അതുകൊണ്ട് പിന്നെ വേഗം തന്നെ പോയി. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി പോയി അവിടെ എത്തിയപ്പോൾ വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ എന്നോട് മറന്നുപോയി. അപ്പോൾ ഇതാ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം മെല്ലെ അങ്ങ് കഴിഞ്ഞുപോയി. ഇതുപോലത്തെ എൻ്റെ നല്ല നല്ല മൊമെൻറ്റ്സും എൻ്റെ ഹാപ്പി മൊമെൻറ്റ്സൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇനിയും വരും.